Hello everyone. Srinarayana Guru Open University BCom ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സിംപ്ലി റേഷ്യോസ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ക്വാണ്ടിറ്റീസ് ഇൻ ടേംസ് ഓഫ് ഹൗ മെനി ടൈംസ് വൺ ക്വാണ്ടിറ്റി ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ അനദർ. അതാണ് റേഷ്യോസിന്റെ ഒരു ഐഡിയ. എനിക്കൊരു എക്സാമ്പിൾ നോക്കാം. ലൈക്ക് ഇഫ് യു ഹാവ് എ ബാസ്കറ്റ് വിത്ത് 2 apples and 3 oranges, the ratio of apples to orange is 2:3. അതായത് നമ്മുടെ ബാസ്കറ്റിൽ 2 ആപ്പിൾസിന് 3 ഓറഞ്ച് ഉണ്ടെങ്കിൽ റേഷ്യോ 2:3. 2 ആപ്പിൾസ് ഉണ്ടാകുമ്പോൾ 3 ഓറഞ്ചസ്, 4 ആപ്പിൾസ് ഉണ്ടാകുമ്പോൾ 6 ഓറഞ്ചസ്. അങ്ങനെ അതൊരു റേഷ്യോയിൽ ഇങ്ങനെ പോകും, ഒരു അനുപാതികമായിട്ട് പോകും എന്നുള്ളതാണ് റേഷ്യോസിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് റേഷ്യോസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് സിമ്പിൾ റേഷ്യോ ആണ്. ഇത് രണ്ട് ക്വാണ്ടിറ്റീസിനെ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് സ്പെസിഫൈ ചെയ്യാതെ സിംപ്ലി പറയുന്നതിനെയാണ് സിമ്പിൾ റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2:3 ഇസ് എ സിമ്പിൾ റേഷ്യോ. നമുക്ക് 2:3 എന്ന് പറയുന്ന രീതിയിൽ. ദെൻ സെക്കൻഡ് വൺ വരുന്ന ഒരു ടൈപ്പാണ് കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ കമ്പൈനിങ് 2 or more സിമ്പിൾ റേഷ്യോസ് ഇൻടു എ സിംഗിൾ റേഷ്യോ. രണ്ടോ അതിലധികമോ സിമ്പിൾ റേഷ്യോസിനെ കൂട്ടിയിട്ട് വേറൊരു റേഷ്യോ ഉണ്ടാക്കുന്നതാണ് കോമ്പൗണ്ട് റേഷ്യോ. ഫോർ എക്സാമ്പിൾ 2:3 4:5 എന്നുള്ളത്. അതായത് രണ്ട് സിമ്പിൾ റേഷ്യോസിനെ ഒറ്റ റേഷ്യോ ആയിട്ട് പറയുന്ന രീതിയാണ് കോമ്പൗണ്ട് റേഷ്യോ. ദെൻ മൂന്ന് വരുന്നത് കണ്ടിന്യൂഡ് റേഷ്യോ ആണ്. കണ്ടിന്യൂഡ് റേഷ്യോ എന്ന് പറയുന്നത് അത് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എന്നും പറയാറുണ്ട്. റെപ്രസെന്റ് നമ്പർ ആസ് ആൻ ഇൻഫിനിറ്റ് സീക്വൻസ്, അതായത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ തുടരെ പോകുന്ന രീതിക്ക് 2:3 4:5 അങ്ങനെ പോകുന്നതിനാണ് കണ്ടിന്യൂഡ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ വരുന്നത് ഇക്വലന്റ് റേഷ്യോ ആണ്. Ratios that represent the same relationship between quantities ആണ് ഇക്വലന്റ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4:6 എന്ന് പറയുന്ന ഈ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും 2:3 എന്ന് പറയുന്നത്. ഈ 4:6നും 2:3ക്കും ഈക്വൽ ആയിട്ടിരിക്കും 8:12 എന്ന് പറയുന്നത് അല്ലേ. 2:4 അല്ലെങ്കിൽ ഇവിടെ 2:3 എന്ന് പറയുന്നത് 2:2 3:2 നോക്കുമ്പോൾ അത് നമുക്ക് എന്താവും 4:6 ആവും. അതിനൊരു ഇൻറ്റു കൂടി 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് 8:12 ആവും. ഇതെല്ലാം എന്താണ് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോ ആണ്. അതിനാണ് ഇക്വലന്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഇതാണ് 4 ടൈപ്പ് ഓഫ് റേഷ്യോസ്: സിമ്പിൾ റേഷ്യോ, കോമ്പൗണ്ട് റേഷ്യോ, കണ്ടിന്യൂഡ് റേഷ്യോ ആൻഡ് ഇക്വലന്റ് റേഷ്യോ. ഇനി റേഷ്യോസിന്റെ യൂസസ് പറയുമ്പോൾ റേഷ്യോസ് നമ്മൾ പ്രപ്പോർഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യോസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ റേഷ്യോസ് ഹെൽപ്ഫുൾ ആണ്. ദെൻ യൂസ്ഡ് ഇൻ സ്കെയിലിംഗ് അപ്പ് ഓർ ഡൗൺ മെഷർമെന്റ്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു റെസിപ്പി ഒരു 4 പേർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെസിപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് 8 പേർക്കായിട്ട് സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റേഷ്യോസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസിലേക്ക് എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, അത്തരത്തിലുള്ള റേഷ്യോസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ്സിലും നമ്മുടെ അക്കൗണ്ടിങ്ങിലും ഒക്കെ ഫിനാൻഷ്യൽ അനാലിസിസിലെല്ലാം റേഷ്യോസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ റേഷ്യോസ് ജിയോമെട്രിയിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വാരിയസ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ലൈക്ക് കുക്കിംഗ്, കൺസ്ട്രക്ഷൻ, ഫിനാൻസ്, ഇതിലെല്ലാം റേഷ്യോസ് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. സോ റേഷ്യോസിന് തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. റേഷ്യോ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 52 to 117 എന്നുള്ളതാണ് പറയുന്നത്. 52:117 ഇതൊരു റേഷ്യോ ആണ്. പക്ഷെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പറയാം. സോ 52നെയും 117നെയും കോമൺ ആയിട്ട് നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റും. സോ 1 അല്ലാത്ത ബാക്കി 2 കൊണ്ട് 53നെയും 2നെയും 117നെയും 2 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ 3 നോക്കും, 4 നോക്കും, 5ഉം 10ഉം 15ഒന്നും എന്തായാലും പറ്റൂല. അപ്പൊ അങ്ങനെ നോക്കും. 8ന്റെ ടേബിളിൽ തന്നെ 52 വരുന്നുണ്ടോ ഇല്ലേ, 8ന്റെ ടേബിളിൽ വരുന്നുണ്ടാവില്ല. 8 നോക്കും, 9 നോക്കും, 10ൽ എന്തായാലും ഉണ്ടാവില്ല, 11ലോ ഇല്ല. 11ന്റെ ടേബിൾ തന്നെ 11, 22, 33 അങ്ങനെയാണ് പോവാം. സോ നമുക്ക് 12ലും 52 വരുന്നുണ്ടാവില്ല. 13 നോക്കുമ്പോൾ 117നെയും 52നെയും നമുക്ക് കോമൺ ആയിട്ട് 13 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 13 into 4ഉം
എന്ന് പറയുന്നത് 52ഉം 13 × 9 എന്ന് പറയുന്നത് 117 ആണ്. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 4/9, അതായത് 4:9 എന്നുള്ള റേഷ്യോയിലാണ് 52ഉം 117ഉം എന്താണ് കണക്ട് ചെയ്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ 4:9 എന്നുള്ള ഒരു റേഷ്യോ ആണ്. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേഷ്യോസിന്റെ ഡിഫറെന്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് രീതിയിൽ വരുന്ന പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. റേഷ്യോസ് രണ്ട് നമുക്ക് നോക്കാനുള്ള പ്രപ്പോർഷൻസ് ആണ്. പ്രപ്പോർഷൻസും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. എസ്റ്റാബ്ലിഷ് ദ ഈക്വാലിറ്റി ഓഫ് ടു റേഷ്യോസ്. രണ്ട് റേഷ്യോസിന്റെ ഈക്വാലിറ്റി ആണ് പ്രപ്പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രപ്പോർഷൻസ് നമ്മൾ കാണിക്കുന്നത് ലൈക്ക് നമ്പേഴ്സ് A, B, C, D എന്നുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രപ്പോർഷൻ നമുക്ക് A:B = C:D അത്ര രീതിയിലാണ് പ്രപ്പോർഷൻ പറയാം. പ്രപ്പോർഷനിൽ ഡയറക്റ്റ് പ്രപ്പോർഷനും ഇൻഡയറക്റ്റ് പ്രപ്പോർഷനും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ടു ക്വാണ്ടിറ്റീസിനെയാണ് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസും ഒരേ ഡയറക്ഷനിൽ, ഇപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടുന്നു അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റൊന്നും കുറയുന്നു എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് അവിടെ എന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് പ്രപ്പോർഷൻ ആവും. അതേസമയം രണ്ട് ക്വാണ്ടിറ്റീസിന് ഇൻഡയറക്റ്റ് റിലേഷൻ ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയാം, ഒന്ന് പറയുമ്പോൾ മറ്റത് കൂടുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഇൻവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് പ്രപ്പോർഷൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പ്രപ്പോർഷൻ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ക്വാണ്ടിറ്റീസ്, രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:8 എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി 45 ആവുമ്പോൾ സെക്കൻഡ് എന്താവും, അതായത് 9ന്റെ പൊസിഷനിൽ 45 വരുമ്പോൾ 8ന്റെ പൊസിഷനിൽ എന്താണെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് എഴുതാൻ പറ്റും 9:8 ഈക്വൽ ടു 9 = 45 വന്നു. സോ 9:8 = 45 x കൊടുക്കുക. എന്താണ് നമുക്ക് കാണണം. സോ നമ്മൾ നോക്കുമ്പോൾ 9:8 = 45 x എന്ന് കിട്ടും. 9:8 45 നെക്സ്റ്റ് ഈക്വൽ ടു സൈഡിൽ 45 x എന്ന് വരും. സോ 9 × x എന്ന് പറയുന്നത് 45. ഈ 8 നമ്മൾ ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോകും. സോ 8 45 × 8 എന്ന് പറയുന്നതാവും 9 × x. 9 × x പറഞ്ഞാൽ 9x. 9x പറയുന്നത് 45 × 8 ആണ്. 45 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് 360 കിട്ടും. 9x 360 ആണെങ്കിൽ 1x എന്ന് പറയുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 9. 360 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. സോ എക്സ് എന്ന് പറയുന്നത് 40 ആണ്. 9:8 = 45:40 എന്നുള്ളതാവും ഈ ഒരു പ്രപ്പോർഷൻ വരാം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് കോമൺലി പല കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ മാത്സിന്റെ ഏരിയ എന്ന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 12 men work 10 hours a day and dig a trench in 36 days. അതായത് ഒരു കിടങ്ങ് നിർമ്മിക്കാനായിട്ട് 12 ആൾക്കാര് 10 മണിക്കൂർ വീതം പ്രവർത്തിച്ചാൽ 36 ദിവസം കൊണ്ട് അത് തീർക്കാൻ സാധിക്കും. അതേസമയം നമുക്ക് 36 ആൾക്കാര് 30 ഡേയ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും എത്ര ഹവേഴ്സ് വീതം എടുക്കേണ്ടി വരും നമ്മൾ കാണണം. ഹവേഴ്സ് ആണ് കാണേണ്ടത്. സോ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഒക്കെ എഴുതുമ്പോൾ 12 men 36 ഡേയ്സ് വർക്ക് ചെയ്യാനാണെങ്കിൽ 10 hours ആണ്. then 36 men 30 ഡേയ്സ് ആണെങ്കിൽ എത്ര അവേഴ്സ്. അപ്പൊ എത്ര അവേഴ്സ് ഉള്ളത് നമ്മൾ എക്സ്, നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് എക്സ് എന്ന് കൊടുക്കുന്നുണ്ട്. then നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നമുക്ക് മെൻ ഡേയ്സ് അവേഴ്സ് അറിയുന്ന കേസ് എന്ന് പറയുമ്പോൾ 12 men 36 days 10 hours എന്നുള്ളതാണ്. അപ്പൊ 12 × 36 × 10 എന്ന് പറയുന്നത് then നെക്സ്റ്റ് വരുന്നത് അതിന് ഈക്വൽ ആയിട്ടാണല്ലോ വരിക. അതായത് 12 × 36 × 10 എന്ന് പറയുന്നത് 36 × 30 × x ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഐ റിപ്പീറ്റ്, നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് പറഞ്ഞത് 12 men 36 ദിവസം 10 മണിക്കൂർ വീതം. അപ്പൊ 12 × 36 × 10 എന്ന് പറയുന്നത് ഈക്വൽ ടു 36 × 30 × x. ഈ അവേഴ്സ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ എക്സ് എന്ന് കൊടുത്തിട്ട് നമ്മൾ കാണണം. സോ ആദ്യത്തെ പറഞ്ഞ 12 × 36 × 10 എന്ന് പറയുന്നത് ആക്ച്വലി 4320 കിട്ടും. 4320 ഈസ് ഈക്വൽ ടു 36 × 30 × x ആകാരം. ഓക്കെ, 36 × 30 നമുക്ക് കണ്ടുകൂടെ. 36 × 30 ചെയ്യുമ്പോൾ നമുക്ക് 1080 കിട്ടും. 1080 എന്ന് കിട്ടും.
അപ്പൊ 1080 ഇൻറ്റു എക്സ് അറിയുമ്പോൾ 1080x എന്ന് പറയുന്നത് 4320 ആവും. അപ്പൊ ഒരു എക്സ് എത്രയാവും? 1080x 4320 ആണെങ്കിൽ ഒരു എക്സ് എന്ന് പറയുന്നത് 4320 ഡിവൈഡഡ് ബൈ 1080. അത് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. സോ ഒരു എക്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? 36 ആൾക്കാര് 30 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 hours വീതമാണ് വർക്ക് ചെയ്യേണ്ടി വരിക. ആക്ച്വലി 12 ആൾക്കാർ 36 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും 10 hours ഡേ വർക്ക് ചെയ്യേണ്ടിയിരുന്നു. അപ്പോ നെക്സ്റ്റില് അതിലേക്കാട് കൂടി 12 ആൾക്കാർ എന്നില്ല 36 ആൾക്കാരായി. 36 ആൾക്കാർ 30 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കിടങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ 4 hours ആണ് ഒരു ഡേയിൽ വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള കോമ്പോണൻസിൽ ഒന്ന് അൺനോണും ബാക്കിയൊക്കെ നോൺ ആവുമ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പ്രപ്പോർഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇന്ന് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ റേഷ്യോസും പ്രപ്പോർഷൻസും ആണ് പറഞ്ഞിട്ടുള്ളത്. റേഷ്യോസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസ് എന്താണെന്നുള്ളതും പിന്നെ പ്രപ്പോർഷൻ എന്താണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഫർദർ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റേഷ്യോസും പ്രപ്പോർഷനും നമുക്ക് നല്ല രീതിയിൽ ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.